الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وقائدنا وأسوتنا ومعلمنا ورسولنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول ومن آمن وما آمن معه إلا قليل صدق الله العلي العظيم പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻകൂറുള്ള കൽപ്പനകൾ, ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് അവനിഷ്ടപ്പെട്ട അവന്റെ മുത്തഖീങ്ങളായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എപ്പോഴും ശ്രദ്ധ വെക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു ഈ നശ്വരമായ ജീവിതത്തിന് ശേഷം അനശ്വരമായ ജീവിതത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഒരാൾക്കും സഹിക്കാൻ കഴിയാത്തതായ അല്ലാഹുവിന്റെ ശിക്ഷകളുണ്ട്. അത് മനുഷ്യന്റെ മരണം മുതൽ, അവന്റെ മരണവെപ്രാളം മുതൽ ആരംഭിക്കുന്ന ശിക്ഷയാണ്. പിന്നെ അവസാനമില്ലാത്ത, അറ്റമില്ലാത്ത ശിക്ഷയാണ്. ആ ശിക്ഷകളിൽ നിന്ന് അല്ലാഹുവിനോട് എപ്പോഴും നമ്മൾ രക്ഷ തേടേണ്ടതുണ്ട്. അല്ലാഹു അവനെ അനുസരിക്കാത്ത ധിക്കാരികളായ അടിമകൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. അവന്റെ ഉത്തമന്മാരായ, അവനിഷ്ടപ്പെട്ട സാലിഹീങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കി വച്ചിരിക്കുന്ന അവന്റെ സ്വർഗം, അവന്റെ വിശാലമായ പ്രതിഫലങ്ങൾ, അതൊക്കെ നേടിയെടുക്കുക എന്നതായിരിക്കണം ഈ ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ എപ്പോഴുമുള്ള ലക്ഷ്യം. അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിതാന്തമായ ജാഗ്രത പുലർത്തുകയും അതിനുവേണ്ടി എപ്പോഴും സഹോദരന്മാരെ സഹോദരിമാരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. നമ്മുടെ മുമ്പിൽ സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ ലക്ഷ്യത്തെ നാട്ടി നിർത്തുകയും ആ സ്വർഗത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയിൽ തന്നെയാണ് ഞാനുള്ളത് എന്ന് എപ്പോഴും നമ്മൾ ഓരോരുത്തരും അവനവനെപ്പറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിദായത്തിൽ എപ്പോഴും നമ്മെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. എല്ലാവിധ തിന്മകളുടെ തിന്മകളിൽ നിന്നും അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിൽ നമ്മെ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും
സാലിഹ്യങ്ങളുടെയും കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സൂറത്ത് ഹൂദിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാഹു പ്രവാചകന്മാരുടെ ചരിത്രം, അവരുടെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ പ്രബോധനത്തിന്റെ ചരിത്രം വിശദീകരിച്ചതായിട്ട്. എന്തായിരുന്നു അവർ നിയുക്തമായ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ സമൂഹം എങ്ങനെയായിരുന്നു അവരോട് പ്രതികരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ വിശദമായി സൂറത്ത് ഹൂദ് പരാമർശിച്ചിട്ടുണ്ട്. ഖുർആനിൽ പലയിടങ്ങളിലും വേറെയും പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഖുർആനിന്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞ കാലത്തിന്റെ ചരിത്രമാണ്. ചരിത്രം പറയുന്ന ഒരു ചരിത്രകൃതി അല്ലെങ്കിലും ഖുർആൻ ചരിത്രം പലപ്പോഴും പാഠം ഉൾക്കൊള്ളുവാനുള്ളതാണ് ചരിത്രം എന്ന അർത്ഥത്തിൽ ഉദ്ധരിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്മാരുടെ പ്രബോധനവും ആ പ്രബോധനത്തോട് സമൂഹങ്ങളുടെ പ്രതികരണവും പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. ആ പരാമർശിച്ച കൂട്ടത്തിൽ ആദ്യമായി ലോകത്ത് ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുവാൻ വന്ന നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് നമ്മൾ ഇന്ന് സൂറത്ത് ഹൂദിൽ വന്ന ഒരു ആയത്താണ് ഓതിയത്. ഈ ആയത്തിൽ പറയുന്നത് അവസാനമായി നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശവും അദ്ദേഹത്തിന്റെ എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളും പരാജയപ്പെട്ട് ഒരു നിലക്കും അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹം ക്ഷണിക്കുന്ന സത്യത്തിലേക്ക് വരാൻ സമ്മതിക്കാതെ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ രാവും പകലും രഹസ്യമായും പരസ്യമായും നിരന്തരമായി തന്റെ കൗമിനെ ഈ സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ട് അത് സ്വീകരിക്കാതെ അവരവരുടെ മാർഗത്തിൽ ഉറച്ചു നിന്നപ്പോ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഒരിക്കലും ഈ സമൂഹത്തെപ്പറ്റി പ്രതീക്ഷയില്ല എന്ന് വന്നപ്പോ അവരെ നശിപ്പിക്കാൻ അല്ലാഹു തീരുമാനിക്കുകയും നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് കപ്പലുണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ആ കപ്പൽ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലും യാതൊരുവിധ ഗൌരവവുമില്ലാതെ അതിനെയും പരിഹസിച്ചുകൊണ്ട് വീണ്ടും തിന്മകളിൽ മുന്നോട്ടു പോവുകയും ചെയ്ത ഒരു സമൂഹത്തെ അല്ലാഹു അവസാനമായി വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ മുക്കി കൊന്ന ചരിത്രം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എല്ലാറ്റിൽ നിന്നും വെള്ളം ഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് വെള്ളമുണ്ടാവുക എന്നത് അസംഭവ്യമാണ്. തീയിൽ നിന്ന് വെള്ളവും തീയും വിരുദ്ധമായ രണ്ട് വസ്തുക്കളാണ്. പക്ഷേ അടുപ്പിൽ നിന്ന് പോലും വെള്ളമുണ്ടായി. ആളുകൾ ഊതിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്ന് പോലും ഉറവ നദികളായി കടലായി ഉത്ഭവിച്ചു വരുന്ന സംഭവം പറഞ്ഞുകൊണ്ട് അവസാനമായി പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാനുള്ള കപ്പലിൽ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളെ കൂടെ കയറ്റുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ വളരെ കുറവായിരുന്നു. വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ വളരെ കുറവായിരുന്നു. അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടില്ല ഇല്ലാ ഖലീൽ, വളരെ തുച്ഛം പേരല്ലാതെ. നമുക്കറിയാം 950 വർഷം, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ 1050 വർഷം കുറവ്, 950 വർഷം പ്രബോധനം നടത്തിയ ഒരു പ്രവാചകനായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാം. ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചത് വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കപ്പലിൽ കയറ്റാൻ മാത്രമുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യരെ മാത്രമല്ല, ഈ ലോകത്ത് പ്രത്യുൽപാദനം നടക്കുകയും ജനങ്ങളും അള്ളാഹുവിന്റെ ബാക്കിയുള്ള സൃഷ്ടികളും ജന്തുജാലങ്ങളും സസ്യലതാദികളും അവസാനിക്കാതെ നിലനിൽക്കേണ്ടതുള്ളതിനാൽ എല്ലാ ഇണകളെയും കപ്പലിൽ കയറ്റാൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ലോകത്തിന്റെ നിലനിൽപ്പിനൊരാവശ്യമായിരുന്നു. കാരണം ബാക്കിയുള്ളതിനെ മുഴുവനും അടിച്ച് തുടച്ച് നശിപ്പിക്കുകയാണ് അള്ളാഹു. ഇനി അങ്ങോട്ട് ഈ ലോകത്ത് ആരാണോ അവശേഷിക്കേണ്ടത് അവർ ഈ കപ്പലിൽ കയറിയിരിക്കണം. ഇനി അങ്ങോട്ട് ഈ ലോകത്ത് ഉണ്ടാകാൻ പോകുന്നതിന്റെ പിതാക്കളായി, ജന്മത്തിന്റെ ഹേതുവായി ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണോ ആരൊക്കെയാണോ അതൊക്കെ ഈ കപ്പലിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരുന്നു.
അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടാൻ പറഞ്ഞ ആളുകളെ പറ്റി പറയുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, വിശ്വാസികളെ കൂടെ കൂട്ടുക, പക്ഷെ ആ വിശ്വാസികൾ ഇല്ല കലീൽ, വളരെ കുറച്ച് ആളുകളാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ കപ്പലിൽ അദ്ദേഹത്തിന്റെ കൂടെ കയറ്റാനുണ്ടായിരുന്നത് 80 പേർ മാത്രമാണ്, വെറും 80 ആളുകൾ. പല പണ്ഡിതന്മാരും പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ട പേര് 80 ആണ്. അത് 7 ആണ് 8 ആണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. 950 വർഷം ഒരു മനുഷ്യൻ പണിയെടുത്തിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഈ പ്രപഞ്ചത്തിന്റെ സത്യം, ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ സത്യം, ഈ ലോകത്തിന്റെ സത്യം, ലോകത്ത് ജനങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കുന്ന സത്യം, ആഖിറത്തിൽ ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സത്യം, ഇങ്ങനെയൊക്കെയാണ് ഈ സത്യം എന്നിരിക്കെ തന്നെ 950 വർഷം ഒരു മനുഷ്യൻ പണിയെടുത്തിട്ട് അദ്ദേഹത്തിന് ആകെപ്പാടെ കിട്ടുന്നത് 80 പേരാണ് കവിഞ്ഞ കണക്ക് പ്രകാരം. അത് 7 ആകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ മകനെപ്പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. മകൻ പോലും എതിരെ നിൽക്കുകയാണ്, കുടുംബം എതിരെ നിൽക്കുകയാണ്. അങ്ങനെ വെറും 80 പേരെ മാത്രം 950 വർഷത്തിനുള്ളിൽ ഒരു പ്രവാചകന് ലഭിക്കുക എന്നതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതാണ്. ഇത് ബോധ്യപ്പെടുത്തുകയാണ് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു ചെയ്യുന്നത്. ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ ശേഷം ഖുർആൻ ആദ് സമൂഹത്തിലേക്ക് നിയുക്തനായ ഹൂദ് നബിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സത്യം വളരെ സമർത്ഥമായി അവതരിപ്പിക്കുമ്പോൾ അവരും പറയുന്നത്, ഒരു തെളിവുമില്ലല്ലോ നിങ്ങൾ പറയുന്നതിന്, നിങ്ങളുടെ ഈ വർത്തമാനം കേട്ട് ഞങ്ങൾ ഇതുവരെ ആരാധിച്ചു വന്നിരുന്ന ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഒഴിവാക്കുകയോ? സാധ്യമല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ ദൈവങ്ങളുടെ ശാപമേറ്റിരിക്കുന്നു എന്നാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. വളരെ പരിഹാസപൂർവ്വം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. സമൂദ് ഗോത്രത്തിലേക്ക് വന്ന സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, താങ്കൾ ഖാലു യാ സാലിഹ് ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ, നിന്നെപ്പറ്റി ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ വലിയ പ്രതീക്ഷ പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു നിങ്ങൾ. വളരെ നല്ല ഒരു മനുഷ്യൻ, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ പറഞ്ഞുപോയത് ഇതാണല്ലോ, ഇസ്ലാമാണല്ലോ പറയുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു താങ്കൾ. ഇത് പറഞ്ഞതോടുകൂടി നിങ്ങളിലുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ എങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാരോട്, അവർ പ്രതിനിധീകരിച്ച സത്യത്തോട്, അള്ളാഹുവിന്റെ സത്യത്തോട് അവരുടെ ധിക്കാരികളും അഹങ്കാരികളും തോന്നിവാസികളും തെമ്മാടികളുമായിരുന്ന സമൂഹങ്ങൾ പ്രതികരിച്ചത് എന്ന് വിശദാംശങ്ങളോടുകൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ ഈ കാര്യം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാലാകാലവും നിലനിൽക്കുന്ന ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയുവാനുള്ള കാരണം സത്യം എല്ലായ്പ്പോഴും ഇങ്ങനെയായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തുവാനാണ്. സത്യം എല്ലായ്പ്പോഴും ഇങ്ങനെയായിരിക്കും. അതിന്റെ കൂടെ കൂടുതൽ ആളുകൾ കൂടും എന്നൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതിന്റെ കൂടെ കുറെ ആളുകളെ അതിനെ പിന്തുണച്ചുകൊണ്ട് കുറെ ആളുകൾ രംഗത്ത് വരും എന്നൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി എന്താണോ പറഞ്ഞത്, നൂഹ് നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന സത്യം എന്താണോ ആ സത്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്ന സത്യം എന്നതുകൊണ്ട് വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, അദ്ദേഹത്തിൽ കുറച്ചാളുകളെ വിശ്വസിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് കാലാകാലവും അങ്ങനെ തന്നെ ആകാനുള്ള എല്ലാ സാധ്യതകളും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. സത്യത്തിന്റെ കൂടെ എല്ലായ്പ്പോഴും ആളുകൾ കുറവായിരിക്കും. സൂറത്ത് ഹൂദിൽ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിലെ സമൂഹങ്ങളുടെ ചരിത്രം, നന്മ കൽപ്പിക്കുവാനും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും ഉണ്ടായിരുന്ന ആളുകൾ എപ്പോഴും ന്യൂനപക്ഷമായിരുന്നു. അവർ അങ്കുലി പരിമിതരായിരുന്നു. ആളുകൾ വളരെ കുറവായിരുന്നു ഈ സത്യത്തിന്റെ കൂടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം തുടങ്ങിയത് ഗരീബനായിട്ടാണ്. ആരും സഹായിക്കാനില്ലാതെ, ഒറ്റപ്പെട്ട, ഒരാളുടെയും പിന്തുണയില്ലാതെ, ആളുകൾക്ക് അപരിചിതമായ ഒരു സംഗതി, ആരും അതിന്റെ കൂടെയില്ല, ഒരൊറ്റപ്പെട്ട സാധനം ആയിട്ടാണ് ഈ ഇസ്ലാം ആരംഭിച്ചത്. വസയഊദു ഗരീബൻ കമാ ബദ. ഇത് തുടങ്ങിയത് ഏതുപോലെയാണോ ആ ഒരു അവസ്ഥയിലേക്ക് ഇത് പിന്നീട് തിരിച്ചു പോവുകയും ചെയ്യും. മക്കയിൽ ഉണ്ടായ ഒരു അപൂർവമായ ഒരു സംഗതി അല്ല ഇത്. ഇസ്ലാമിന് പലപ്പോഴും സംഭവിക്കാനുള്ള ഒരു സംഗതിയാണിത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വസയഊദു ഗരീബൻ കമാ ബദ. എങ്ങനെയാണോ ഇത് തുടങ്ങിയത് അതുപോലെ ആരോരും സഹായിക്കാനില്ലാതെ, ആരാരും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഇസ്ലാം തിരിച്ചു നടക്കും, തിരിഞ്ഞു പോകും, തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥ തീർച്ചയായും ചരിത്രത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആവർത്തിക്കപ്പെടും. ഫതൂബാ ലിൽ ഗുറബാ. അങ്ങനെ ഇസ്ലാം സഹായിക്കാൻ ആളില്ലാതെ, പരാജയപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ഇസ്ലാമിന്റെ കൂടെ നിൽക്കുകയും, ഇസ്ലാമിനെ പറ്റി അഭിമാനം കൊള്ളുകയും, ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കുകയും, ഇസ്ലാമിനെ സംരക്ഷിക്കുകയും, ഇസ്ലാമിനെ പ്രതിരോധിച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തൂബ, അവർക്ക് ബാവുകങ്ങൾ, അവർക്ക് പ്രവാചകന്റെ ആശംസകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ഒറ്റപ്പെട്ട് പരാജിതമായി നിൽക്കുന്ന സന്ദർഭത്തിലും ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് തൂബ, അവർക്ക് ആശംസകൾ, അവർക്കാണ് ബാവുകങ്ങൾ. അപ്പോ റസൂലിനോട് ഖീലയാ റസൂലല്ലാഹ് മനിൽ ഗുറബാ, താങ്കൾ അങ്ങ് ഗുറബാ എന്ന് പറയുമ്പോൾ ആരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കുന്ന ആളുകൾ. ജനങ്ങളാകെ വാരി വിതറി വൃത്തികേടാക്കി വഷളാക്കിയിരിക്കുന്ന സംഗതികളെ നന്നാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ ഗുറബാ എന്ന് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ റസൂല് പറയുന്നതും സൂറത്ത് ഹൂദിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നതും ഒരു സംഗതിയാണ്. വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ ഫതൂബാ ലിൽ ഗുറബാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചിരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ആരംഭിച്ചത് ഗരീബൻ ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അത് ആരംഭിച്ചത് ഗരീബനായിട്ടാണ്. ആ ഒരു ഗുർബത്തിലേക്ക്, ഒറ്റപ്പെട്ട, സഹായം ഏതുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്നതും ഇത് രണ്ടും ഒന്നാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി പ്രതീക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണിത്. അത് കൂടുതൽ ആളുകൾ സഹായിക്കാനില്ലാതെ വീർപ്പുമുട്ടുന്ന പല സാഹചര്യങ്ങളെയും അത് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരും. അതിന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന് 950 വർഷം കൊണ്ട് 80 ആളുകളെ ആണ് പരമാവധി ലഭിച്ചതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് താരതമ്യേന പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 3 വർഷം പ്രബോധനം നടത്തിയിട്ട് 30 ആളുകളെ റസൂലുള്ളാഹിക്ക് കിട്ടി. നമ്മൾ മനസ്സിലാക്കണം, 3 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയിട്ട് നിരന്തരമായി ആളുകളെ വീടുകളിലും കവലകളിലും ചന്തകളിലും കഅബയുടെ പരിസരങ്ങളിലും നിരന്തരമായി സകല പീഡനങ്ങളും സഹിച്ച് ക്ഷണിച്ച് 3 വർഷം പണിയെടുത്തിട്ട് റസൂലുള്ളാഹിക്ക് കിട്ടിയത് 30 ആളുകളെയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അപേക്ഷിച്ചത് വലിയ സംഖ്യയാണ്. പക്ഷേ 3 വർഷം, ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരാള് 3 വർഷം നിരന്തരമായി അള്ളാഹുവിന്റെ ദീനിലേക്ക്, ഈ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നിട്ട് 30 ആളുകളെ 3 വർഷം കൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയല്ല. അത് റസൂലുള്ള ആകുമ്പോൾ, അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ സഹായമുണ്ട്, ഖുറൈശി പ്രമുഖനാണ്, അറേബ്യയിൽ വലിയ സ്ഥാനമാനങ്ങളുണ്ട്, ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ അനുകൂല ഘടകങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ട് പോലും 30 ആളുകളാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇസ്ലാമിന് ഇങ്ങനെയുള്ള അവസ്ഥ, തുടങ്ങിയ ഈ അവസ്ഥയിലേക്ക് ഇസ്ലാം പലപ്പോഴും തിരിച്ചു വരും. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് അൽ മാഇദയിൽ ഒരായത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ലല്ല ഇദാ ഇഹ്തദൈതും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക.
ലാ യദുറുക്കും മൻ ലല്ല ഇദഹ്തദൈതും. വേറെയുള്ള ആളുകള് വഴികേടിലായാൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല. ഇദഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാണ് എങ്കിൽ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. മറ്റുള്ള ആളുകൾ എന്തായാലും അത് നിങ്ങൾക്ക് ഉപദ്രവകരമല്ല, നിങ്ങൾ സന്മാർഗത്തിലാണ് എങ്കിൽ. ഒരാളും ഇസ്ലാമിന് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടതില്ല, പ്രബോധന പ്രവർത്തനങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ചില ആളുകൾ ഈ ആയത്തിന് ദുർവ്യാഖ്യാനം നടത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കി നടന്നാൽ മതി. ഒരിക്കലും ബാക്കിയുള്ള ആളുകൾ സന്മാർഗത്തിലോ ദുർമാർഗത്തിലോ ഒന്നൊന്നും പരിഗണിക്കണ്ട, ദുർമാർഗത്തിലുള്ള ആളുകളെ ഒന്നും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണ്ട എന്നൊന്നുമല്ല ആ പറയുന്നതിനർത്ഥം. പകരം അത് ഇസ്ലാമിക ഉമ്മത്തിന്റെ ബാധ്യതയാണ്. ദുർമാർഗത്തിലുള്ള ആളുകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നത് ഇമാം മുഹമ്മദ് അബ്ദു പറഞ്ഞിട്ടുള്ളതുപോലെ ഈ സമുദായത്തിലെ ഓരോ ആളുകളുടെയും ഫർള് ഐനാണ്, വ്യക്തിപരമായ ബാധ്യതയാണ്. ഒരാൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചാൽ എന്റെ നമസ്കാരം വീടുകയില്ല എന്നതുപോലെ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട്, ഞാൻ ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ബാധ്യത ഒരിക്കലും വീടുകയില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു ഫർള് ഐനാണത് എന്നാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം മുഹമ്മദ് അബ്ദു പറഞ്ഞിട്ടുള്ളത്. എല്ലാ ആളുകളും നിർബന്ധമായിട്ടും, ഓരോ മുസ്ലിമും നിർബന്ധമായിട്ടും ഇസ്ലാമിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഖുർആനിലെ ആയത്തുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം അത് സ്ഥാപിച്ചിട്ടുണ്ട്. തഫ്സീറുൽ മനാറിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വെച്ചുകൊണ്ട് ആളുകൾ അവരുടെ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വിമർശിക്കുകയുണ്ടായി. പക്ഷേ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് തഫ്സീറുകളിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ അബൂ സഅലബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇങ്ങനൊരായത്ത് ഇറങ്ങിയപ്പോ ലാ യദുറുക്കും മൻ ലല്ല ഇദഹ്തദൈതും അലൈക്കും അൻഫുസക്കും, ലാ യദുറുക്കും മൻ ലല്ല ഇദഹ്തദൈതും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഒരിക്കലും ബാക്കിയുള്ള ആളുകൾ എന്താണ് എന്ന് പരിഗണിക്കേണ്ടതില്ല, നിങ്ങൾ സന്മാർഗത്തിലായാൽ മതി എന്ന ആയത്തിറങ്ങിയപ്പോ ഞാൻ റസൂലിനോട് ചെന്ന് ചോദിച്ചു, റസൂലെ എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിനെതിരാണ്. മുഅ്മിനീങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഹിദായത്ത് നോക്കി നടക്കേണ്ടവരല്ല, ബാക്കിയുള്ളവരെ ഹിദായത്തിലാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കേണ്ട ആളുകളാണ്. അപ്പോ ഇതിൽ ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ വഴികേടിലാകാതിരുന്നാൽ മതി, ബാക്കി വഴികേടിലായ ആളുകൾ അവരെ പറ്റി നിങ്ങൾ നോക്കേണ്ടതില്ല. അപ്പൊ റസൂല് പറഞ്ഞു, ഇത് ഒരു കാലഘട്ടത്തെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഷുഹ്ഉൻ മുതാ, ആളുകളുടെ ലുബ്ദ്, സഹിക്കാൻ അസഹ്യമല്ലാത്ത ലുബ്ദ്. ആളുകൾ മുഴുവനും ഈ ലുബ്ദിന്റെ അടിമകളാണ്. മുതാ, അവരനുസരിക്കുന്നത് ദൈവത്തെയല്ല, ലുബ്ദിനെയാണ്. അവരുടെ ഒരു ദൈവമായിട്ട്, അനുസരിക്കേണ്ട ദൈവമായിട്ട് കൊണ്ടാടപ്പെടുകയാണ് ലുബ്ദ് എന്ന് പറയുന്ന ദുർഗുണം. അങ്ങനെ ലുബ്ദിനെ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അതുപോലെ തന്നെ ഹവാ മുത്തബ, ആളുകൾ പിൻപറ്റുന്നത് അള്ളാഹുവിനെ അല്ല. എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, തങ്ങളുടെ ദൈവമായിട്ട്, ഇലാഹായിട്ട് ദേഹേച്ഛയെ സ്വീകരിച്ചവനെ നീ കണ്ടില്ലേ? ദേഹേച്ഛയെ പടച്ചവനാക്കുക. പടച്ചവനുണ്ട്, ആ പടച്ചവനെ ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം ദേഹേച്ഛയെ, സ്വന്തം ദേഹത്തിന്റെ ഇച്ഛയെ ഒരു ദൈവമായിട്ട് ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുകയും, ദൈവം കൽപ്പിക്കുന്നത് ഏതുപോലെയാണോ ഒരു മനുഷ്യൻ അനുസരിക്കേണ്ടത് അതുപോലെ സ്വന്തം മനസ്സിന്റെ വൃത്തികെട്ട ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും പൂതികളെയും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുകയും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയും, അങ്ങനെ സ്വന്തം ഇച്ഛയെ ഒരു ദൈവമായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ലുബ്ദിന്റെ അടിമകൾ, ഇച്ഛയുടെ അടിമകൾ, അതുപോലെ തന്നെ ദുനിയാവിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അഭിപ്രായമുള്ള ആളുകൾ. അഭിപ്രായമുള്ള മുഴുവൻ മനുഷ്യന്മാരും അവരവരുടെ അഭിപ്രായത്തെപ്പറ്റി വലിയ മതിപ്പ് പുലർത്തുക. ഇതൊക്കെ വരാൻ പോകുന്നു. റസൂൽ പറയുകയാണ്, ഇതൊക്കെ വരാൻ പോകുന്നു. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ സഹോദരന്മാരെ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവനും സംഭവിച്ചു. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലുബ്ദിനെ അനുസരിക്കേണ്ട ഒരു പ്രവണതയായിട്ട് ജനങ്ങൾ കൊണ്ടു നടക്കുന്നു. ദേഹേച്ഛയെ ഒരു ദൈവത്തെ പോലെ ജനങ്ങൾ അനുസരിച്ച് നടക്കുന്നു. ദുനിയാവിനെ ആഖിറത്തിനെ പോലെ ജനങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് അതിനു വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നതുപോലെ ഓരോരുത്തരും അവനവന്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് അമിതമായ മതിപ്പ് പുലർത്തുന്നു. ഇതൊക്കെ
ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഒരു അഭിപ്രായമുണ്ടെങ്കിൽ വേറെ ആര് എന്ത് പറഞ്ഞാലും എന്റെ അഭിപ്രായമാണ് ശരി. എന്റെ അഭിപ്രായത്തെക്കാൾ വലിയ ഒരു അഭിപ്രായമില്ല. ഇത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ സമൂഹങ്ങൾക്ക് സംഭവിച്ചത്. അവരുടെ കുഴപ്പം എന്തായിരുന്നു? അഹങ്കാരം. ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ ഒരു അഭിപ്രായവും സ്വീകാര്യമല്ല എന്നതായിരുന്നല്ലോ അവരുടെ പ്രശ്നം. അതുകൊണ്ട് എന്ത് തെളിവുകൾ കൊണ്ടുവന്നാലും അവർ പറയും ഇതൊന്നും തെളിവല്ല, ഞങ്ങളുടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ ഉപേക്ഷിക്കുവാൻ ഒരു തെളിവും താങ്കൾ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ അഭിപ്രായത്തെ പറ്റിയുള്ള അമിതമായ മതിപ്പ്. റസൂൽ പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം വരാൻ പോകുന്നു. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ദേഹേച്ഛയെ ദൈവമാക്കുക, ലുബ്ധിനെ അനുസരിക്കുക, ലോകത്തിന് അമിതമായ പ്രാധാന്യം ദുനിയാവിന് കൊടുക്കുക, അവനവന്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് കവിഞ്ഞ മതിപ്പ് പുലർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകം വരാൻ പോകുന്നുണ്ട് എന്നിട്ട് റസൂൽ പറയുകയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ പോകുമ്പോൾ ഈ സാഹചര്യത്തെപ്പറ്റി റസൂൽ പറയുന്നത് ഫഇന്ന മിൻ വറാഇക്കും അയ്യാമസ് സബ്ർ, ക്ഷമയുടേതായ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പിന്നിൽ വരാൻ പോകുന്നത് ക്ഷമയുടേതായ ഒരു കാലഘട്ടമാണ്. ആ ക്ഷമയുടെ കാലഘട്ടത്തിൽ അസ്സബ്റു ഫീഹിന്ന മിസ്ലു ഖബളിൻ അലൽ ജംറി, ആ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു തീക്കനൽ പിടിക്കുന്നത് പോലെയായിരിക്കും. തീന്റെ ഒരു കട്ട നിങ്ങൾ സ്വന്തം കൈകൊണ്ട് പിടിക്കുക എന്ന് പറയുന്നത് ഏതുപോലെ ദുഷ്കരമാണോ, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതാണോ, അതുപോലെ ആയിരിക്കും ആ കാലഘട്ടത്തിൽ ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് അത്രയും പ്രയാസകരമായ ഒരു സാഹചര്യമായിരിക്കും അന്നുണ്ടാവുക. ഒരു തീ പിടിക്കുന്നത് പോലെയാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന് ക്ഷമിക്കുകയും അന്ന് പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ അൽ ആമിലു ലിൽ ആമിലി ഫീഹിന്ന അജ്റു 50 റജുലൻ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ക്ഷമിക്കേണ്ടതായ ഒരു കാലഘട്ടം വരുമ്പോ ഈ കാലഘട്ടത്തിൽ ലിൽ ആമിലി ഫീഹിന്ന, അന്ന് പ്രവർത്തിക്കുന്ന ആ ദിവസങ്ങളിൽ ആ കാലങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അജ്റു 50 റജുലൻ, 50 ആളുകളുടെ, അന്ന് ഒരാൾക്ക് 50 ആളുകളുടെ കൂലി കിട്ടും. ഒരു മനുഷ്യന്, ഒരു മൂമിനിന് 50 മൂമിനുകളുടെ പ്രതിഫലം കിട്ടും. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, അബൂ സാലബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലിനോട് ചോദിച്ചു, റസൂലെ, താങ്കൾ ഉദ്ദേശിക്കുന്നത് അജ്റു 50 മിൻഹും, അവരിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലം എന്നുള്ളതാണോ? അതായത് അന്ന് ജീവിക്കുന്ന 50 മൂമിനീങ്ങളുടെ പ്രതിഫലം, 50 മൂമിനീങ്ങൾ പണിയെടുത്താൽ ആ 50 മൂമിനീങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഈ ഒരാൾക്ക്, അയാൾ ക്ഷമാപൂർവം ഇസ്ലാം ദീനിന് വേണ്ടി അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു തീക്കട്ടയെ മുറുകെ പിടിച്ച് ക്ഷമിക്കുന്നത് ഏതുപോലെയാണോ അത്രയധികം ക്ഷമിച്ചുകൊണ്ട് ഒരാൾ നിലകൊള്ളുകയാണ് എങ്കിൽ അയാൾക്ക് കിട്ടുന്ന 50 ആളുകളുടെ പ്രതിഫലം ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന 50 മൂമിനീങ്ങളുടെ പ്രതിഫലമാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അജ്റു 50 മിൻകും, അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ 50 ആളുകളുടെ പ്രതിഫലമാണ്. ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കിടയിലുള്ള 50 മോമിനീങ്ങളുടെ പ്രതിഫലമല്ല. ഖൈറുന്നാസി ഖർനി, ഏറ്റവും നല്ല തലമുറ ലോകത്ത് എന്റെ തലമുറയാണ്, സഹാബത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സഹാബത്തിന്റെ 50 ആളുകളുടെ പ്രതിഫലമാണ് ഈ ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയത് എന്ന് അബൂ സാലബ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അതായത് ഇങ്ങനെ ഒരു കാലം വരുമ്പോ പിന്നെ നിങ്ങൾക്ക് ജനങ്ങളെ നന്നാക്കാൻ കഴിയാത്ത അത്ര ദുഷിക്കുകയാണ് കാലം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ വഴിവഴക്കാതിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ബാക്കിയുള്ള ജനങ്ങളെപ്പറ്റി നിങ്ങൾ നിരാശരായിരിക്കുന്നു, അവരെ ഒരിക്കലും സത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചല്ലോ, പല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചു, ഇവരെ നശിപ്പിക്കണം, ഇനി ഒരിക്കലും ഇവര് ജീവിച്ചാൽ ഇവര് പെറ്റുകൂട്ടുന്നത് മുഴുവനും ഇതുപോലുള്ള കുറ്റവാളികളെയായിരിക്കും, അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ സമുദായത്തിൽ ഈ ധിക്കാരികളുടെ കൂട്ടത്തിൽ ഒരു ഉൽപാദനം, ജനനം നടക്കരുത്, കാരണം ഇവര് പെറ്റുകൂട്ടുന്നത് വേറെ കുറെ കുറ്റവാളികളായിരിക്കും, ഇവരെ നശിപ്പിക്കണമേ എന്ന് പ്രവാചകന് പ്രാർത്ഥിക്കേണ്ടി വന്നു. കാരണം അത്രയധികം നിരാശയാണ് അവരുടെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ ഭാവിയിലും ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. അന്ന് ലോകത്തിനാണ് ആഖിറത്തിനേക്കാൾ ദുനിയാവിനാണ് പ്രാധാന്യം.
അനുസരണം അള്ളാഹുവിനല്ല പകരം ലുബ്ധിനാണ്, അനുസരണം അള്ളാഹുവിനല്ല ദൈവം അള്ളാഹുവല്ല പകരം ദേഹേച്ഛയാണ്. ആളുകളുടെ അഭിപ്രായം അവനവന്റെ അഭിപ്രായമാണ് ഏറ്റവും വലിയ അഭിപ്രായമെന്ന് ആളുകൾ വിചാരിക്കുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ലാ യദുറുക്കും മല്ലല്ല ഇദഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാണ് എങ്കിൽ വഴിപിഴച്ച ആളുകൾക്ക് ആയിട്ട് അവരുമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അവർ ദലാലത്തിലാണ് എന്നത് നിങ്ങളെ അലോസരപ്പെടുത്തേണ്ടതില്ല. അവരുടെ ഈ ദലാലത്ത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ദോഷകരമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ സമാധാനിപ്പിക്കുകയാണ് എന്ന് ഖുർആൻ പറയുകയുണ്ട്, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെയും ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നു. ഞാൻ പറയുന്നത് പല ആളുകളും പലപ്പോഴും ഈ ഹദീസ് തന്നെ ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദ, ഇസ്ലാം ആരംഭിച്ചത് ആകെ പരാജയപ്പെട്ട് ചടച്ച മട്ടിലാണ്, അത് അങ്ങനെ തന്നെയാണ് അവസാനിക്കുക. അതുകൊണ്ട് ഇസ്ലാം ജയിക്കാനൊന്നും പോകുന്നില്ല, അത് പരാജയപ്പെടും അവസാനം. ശരിയാണത് കുറെ കാലം ലോകം ഭരിച്ചു, പക്ഷെ അവസാനം സംഭവിക്കാൻ പോകുന്നത് പരാജയം തന്നെയാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പണിയെടുത്തിട്ട് പ്രത്യേകിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന തരത്തിൽ ആളുകളിൽ മുസ്ലിം ഉമ്മത്തിൽ നിരാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇമാം ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചതുപോലെ കാലാകാലവും ഇസ്ലാമിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും, ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും എന്നതുകൊണ്ട് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല. പകരം ഇസ്ലാമിന് മക്കയിൽ മാത്രമല്ല ഭാവിയിലും പല കാലഘട്ടത്തിലും ഇതുപോലെ മക്കയിലുണ്ടായിരുന്നത് പോലുള്ള സാഹചര്യത്തെ ഇസ്ലാം നേരിടേണ്ടി വരും. അതേസമയം ഹദീസുകളെ മൊത്തത്തിലെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് റസൂല് തന്നെ പറഞ്ഞിട്ടുള്ളത് അന്തിമമായി വിജയിക്കാൻ പോകുന്നത് ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ആധിപത്യമാണ് ലോകത്ത് വരാൻ പോകുന്നത്. കിഴക്കും പടിഞ്ഞാറും എനിക്ക് കാണിക്കപ്പെട്ടു, എല്ലായിടത്തും അള്ളാഹുവിന്റെ ദീന് വ്യാപിക്കുന്നതും അള്ളാഹുവിന്റെ ദീനിന്റെ അധികാരം ലോകത്ത് എല്ലായിടത്തും വാഴുന്നതുമാണ് കാണിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് വേറെ ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോ അത് അല്ല, പകരം ഇസ്ലാമിന് ചരിത്രത്തിൽ പലപ്പോഴും ഇപ്പോഴും ഭാവിയിലുമൊക്കെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാകും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. കാലാകാലവും അങ്ങനെയായിരിക്കും എന്നുള്ളതല്ല. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിലും അള്ളാഹുവിന്റെ ദീനിന്റെ കൂടെ നിന്നുകൊണ്ട് പണിയെടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാബുകങ്ങൾ അറിയിച്ചിരിക്കുന്നു. ഈ ഒറ്റപ്പെട്ട അള്ളാഹുവിന്റെ ദീനിനെ ആരോരും സഹായിക്കാനില്ലാത്ത ദുർബലമായ നിസ്സഹായമായ അവസ്ഥയിൽ ദീനിന്റെ കൂടെ നിൽക്കുകയും ദീനിനെ സഹായിക്കുകയും ദീനനുസരിച്ച് ജീവിക്കുകയും ദീനിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, അവരിൽ ഒരാൾക്ക് ഈ ഒരു കർമ്മം ക്ഷമാപൂർവം ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ 50 സഹാബികളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഈ കാലഘട്ടത്തിൽ, ഇതുപോലുള്ള ദുഷ്കരമായ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് 50 സഹാബികളുടെ പ്രതിഫലം കിട്ടും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. റസൂല് തന്നെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം സൂറത്തുൻ നൂറിലെ വഅദല്ലാഹുല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹു അവർക്ക് ഖിലാഫത്ത് നൽകും, അധികാരം നൽകും, അവർക്ക് അള്ളാഹു ഭരണം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹും, അവരുടെ ദീനുൽ ഇസ്ലാമിന് അള്ളാഹു ഭൂമിയിൽ ആധിപത്യം നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഇപ്പോൾ അവർക്ക് ആരെയൊക്കെയോ പേടിച്ചുകൊണ്ടാണ് ലോകത്ത് ജീവിക്കേണ്ടി വരുന്നത്, ആ അവസ്ഥ മാറ്റിക്കൊണ്ട് അവർക്ക് സുരക്ഷിതത്വവും നിർഭയത്വവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും എന്ന സൂറത്തു നൂറിലെ ആയത്ത് അവതരിച്ചതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്, ഈ ആയത്തിറങ്ങുവാൻ ഒരു കാരണമുണ്ട്. അതായത് മക്കയിൽ 13 വർഷക്കാലം ഈ പീഡനങ്ങളൊക്കെ സഹിച്ച് അവസാനം മദീനയിലെത്തി. മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലെത്തിയ ശേഷവും റസൂലും സഹാബത്തും ആയുധവുമായിട്ടായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ആ ആയുധത്തോടു കൂടി തന്നെയായിരുന്നു അവർ നേരം വെളുപ്പിച്ചിരുന്നത്. നേരം വെളുത്ത് വൈകുന്നേരം വരെയും ആ ആയുധവും കൊണ്ടായിരുന്നു അവർ നടന്നിരുന്നത്. അതായത് ആയുധം കയ്യിൽ നിന്ന് വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു റസൂലിനെയും സഹാബത്തിനെയും സംബന്ധിച്ചിടത്തോളം മദീനയിൽ എത്തിയിട്ട് പോലും ഉണ്ടായിരുന്നത്.
മദീനയിലെത്തി അവിടെ അൻസാറുകളുണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്, മക്കയിൽ നിന്ന് വിഭിന്നമായ സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് മദീനയിലെത്തിയിട്ട് പോലും ആയുധവുമായിട്ട് കിടന്നുറങ്ങേണ്ടി വരുന്ന, ആയുധവുമായിട്ട് രാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്ന, ആയുധവും കൊണ്ട് മാത്രം നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സഹാബികള് ചോദിച്ചു, എന്നാണ് ഒരു കാലം വരിക, ആയുധമൊന്നും ഇല്ലാതെ നമുക്ക് സ്വതന്ത്രമായി ഈ അറേബ്യയിലൂടെ സ്വൈരവിഹാരം നടത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം വരില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ ഈമാനുള്ള ആളുകൾക്കിതാ അള്ളാഹുവിന്റെ സന്തോഷവാർത്ത, വാഗ്ദാനം. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, അവർക്ക് അധികാരം നൽകും, അതുപോലെ തന്നെ അവരുടെ ദീനിന് ആധിപത്യം നൽകും, അതുപോലെ തന്നെ അവർക്ക് നിർഭയാവസ്ഥ പ്രദാനം ചെയ്യും. ഈ 3 ആനുകൂല്യങ്ങളും അള്ളാഹു അവർക്ക് നൽകാൻ പോകുന്നു. റസൂൽ അപ്പൊ സന്തോഷ വാർത്ത നൽകി. ഇതൊക്കെ മാറാൻ പോവുകയാണ്. മക്കയിൽ വെച്ച് തന്നെ റസൂൽ അതായിരുന്നു അവരെ പഠിപ്പിച്ചിരുന്നത്. ഇതൊക്കെ മാറാൻ പോവുകയാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇത് നശിക്കാൻ പോവുകയാണ്, കാലാകാലവും ഇത് ആരുമില്ലാത്ത ഒരു സംഗതി ആയിരിക്കും എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മക്കയിലെല്ലാം എല്ലാവിധത്തിലും പരാജയം അടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും റസൂൽ പറയുന്നത് എന്താ? ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. അന്ന് ആരെയും ആടിനെ പിടിക്കുന്ന ചെന്നായയല്ലാതെ മറ്റാരെയും പേടിക്കാതെ ചെന്നാ മുതൽ ഹദറമൗത്ത് വരെ ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും. ഇസ്ലാം വിജയിക്കാൻ പോകുന്നു എന്നാണ് റസൂൽ പറഞ്ഞത്. ഖൈബറിൽ ഖന്ദഖ് യുദ്ധത്തിൽ നാലുപാടും ശത്രുക്കള്, മുശ്രിക്കുകളും മുനാഫിക്കുകളും ജൂതന്മാരും ഒക്കെ ആകപ്പാടെ വേട്ടയാടാൻ വേണ്ടിയിട്ട് റസൂലിന്റെയും സഹാബത്തിന്റെയും ചുറ്റുപാടും കൂടി നിൽക്കുമ്പോഴും അപ്പോഴും കിടങ്ങി കുഴിച്ച് കൊണ്ടിരിക്കുമ്പോ പൊട്ടാത്ത പാറ വന്നപ്പോ സഹാബി റസൂലിനോട് വന്ന് പറയുകയും, അങ്ങനെ റസൂല് മഴിവെടുത്ത് പിക്കാസെടുത്ത് പാറക്ക് ഓരോ വെട്ടുമ്പോഴും റസൂല് പറയുന്നത് എന്താണ്? യമൻ അതിജയിച്ചു, പേർഷ്യ അതിജയിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് വരാൻ പോകുന്നത്. അന്ന് പേർഷ്യയും യമനൊന്നും ജയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ്, ഉപരോധത്തിലാണ് എങ്കിലും വരാൻ പോകുന്നത് ഇതാണ്. ഇപ്പോ ശത്രുക്കള് നാലുപാടും ചുറ്റി നിൽക്കുമ്പോ പോലും അപ്പോൾ പോലും റസൂല് പറയുന്നത് ലോകം മുഴുവനും ഇസ്ലാം അതിജയിക്കുന്നതിനെ പറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ആയുധവുമായിട്ട് കടന്നുറങ്ങേണ്ടി വരുന്ന ഈ കാലഘട്ടം ഒന്നും മാറില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഖുർആൻ പറയുന്നത് ഇതൊക്കെ മാറും, ഇതൊക്കെ മാറാൻ പോവുകയാണ്. ഇസ്ലാമിന് ആധിപത്യവും അധികാരവും കിട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകാൻ പോവുകയാണ്, സുരക്ഷിതത്വം ഉണ്ടാകാൻ പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ ആശ്വസിപ്പിച്ചു, ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. നിങ്ങൾ വലിയ വലിയ സദസ്സുകളിൽ ഇസ്ലാമിന്റെ മക്കളെ, പ്രവാചകന്റെ അനുചരന്മാർ വലിയ വലിയ സദസ്സുകളിൽ വലിയ ഗാംഭീര്യത്തോടുകൂടി ഇരിക്കുകയും വർത്തമാനം പറയുകയും തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്ന, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന, നിങ്ങളുടെ പിന്നാലെ മറ്റുള്ളവർ നടക്കുന്ന, നിങ്ങൾ നയിക്കുകയും മറ്റുള്ളവർ നയിക്കപ്പെടുകയും ചെയ്യുന്ന, നിങ്ങൾ ഭരിക്കുകയും മറ്റുള്ളവർ ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ന്യൂനപക്ഷത്തിന് സന്തോഷ വാർത്ത നൽകിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ ഖുർആൻ അതാണ് സൂറത്ത് നൂറിൽ പറഞ്ഞത്. അതൊക്കെ സംഭവിച്ചു, യഥാർത്ഥത്തിൽ അതൊക്കെ സംഭവിച്ചു. റസൂല് പറഞ്ഞത് അക്ഷരം പ്രതി പുലർന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവനും അവർക്ക് കാണിച്ചു കൊടുത്തു. മദീനയിലെത്തിയത് മുതൽ ഇസ്ലാമിന്റെ ജൈത്രയാത്ര ആരംഭിച്ചു. അത് മദീനയിൽ ഒതുങ്ങാതെ മക്കയിലേക്ക് ഇസ്ലാം ശക്തമായി തിരിച്ചു വന്നു. ജസീറത്തുൽ അറബിൽ നിന്ന് അത് പുറത്തേക്ക് കടന്നു. ഒരൊറ്റ നൂറ്റാണ്ട് 100 വർഷത്തിനുള്ളിൽ പേർഷ്യയിലേക്കും റോമിലേക്കും യൂറോപ്പിലേക്കും അത് വികസിച്ചു, വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ. അപ്പോ ഖുർആൻ പറഞ്ഞത് മുഴുവനും സാക്ഷാത്കരിച്ചു. പക്ഷേ ഇതിന്റെ കൂടെ നിൽക്കുന്ന ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും സന്തോഷ വാർത്ത നൽകിയിട്ടുള്ളത് ഈ ന്യൂനപക്ഷത്തിന് ഒരാൾക്ക് 50 സഹാബികളുടെ പ്രതിഫലം കിട്ടും. ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഈ ദീനിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്ക് 50 സഹാബിമാരുടെ പ്രതിഫലം കിട്ടും. അങ്ങനെയുള്ള ഈ ഒറ്റപ്പെട്ട ആളുകൾക്കാണ് തൂബ. ഇത് എന്റെയും നിങ്ങളുടെയും ആശംസകളല്ല, ഭാവുകങ്ങളല്ല, പ്രശംസയല്ല. ഫതൂബാലിൽ ഖുറബാ, റസൂലിന്റെ ഭാവുകങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആശംസ അവർക്കാണ്. ആരാണവർ? ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കുന്നവരാണവർ. ജനങ്ങൾ ദുഷിക്കുമ്പോഴും നന്മയിൽ ഉറച്ചു നിൽക്കുന്നവരാണവർ. ജനങ്ങൾ തിന്മകളിലേക്ക് വലിച്ചേച്ചു കൊണ്ടുപോകുമ്പോൾ നന്മകളിലേക്ക് ജനങ്ങളെ സമാധാനത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. അവർ ക്ഷമിക്കേണ്ട സന്ദർഭത്തിൽ ലോകത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട്, ദീനിന് വേണ്ടിയിട്ട്
സമുദായത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു കനൽക്കട്ട പിടിക്കുന്നത് ഏതുപോലെ ദുഷ്കരമാണോ അത്രയും ദുഷ്കരമാണ് ക്ഷമ എന്നിരിക്കെ, ഈ കനൽക്കട്ടയെ വേദനയോടുകൂടി തീ പൊള്ളുമ്പോഴും അതിന്റെ വേദനയിൽ പുളയുമ്പോഴും ഈ കനൽക്കട്ടയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കുവാൻ ആർജവം കാണിക്കുന്ന ആണുങ്ങളാണവർ. നമ്മൾ സഹോദരന്മാരെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ജനങ്ങൾക്ക് ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുവാനാണ് താല്പര്യം. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ന്യൂനപക്ഷമാണ്. വമാ ആമന മാഹു ഇല്ലാ ഖലീൽ. ഇതിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇത് ഒറ്റപ്പെട്ട ആളുകളായിരിക്കും. ഇതിനെ കൂടുതൽ ആളുകൾ സഹായിക്കാനുണ്ടാവുകയില്ല. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആരുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം? ജനങ്ങളുടെ താല്പര്യം എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുവാനാണ്. അധിക ആളുകളും ഭൂരിപക്ഷം എങ്ങോട്ടാണോ പോകുന്നത് അവരുടെ കൂടെ നിൽക്കുവാനാണ് അവർക്ക് താല്പര്യം. കാരണം അവർക്ക് അവരെപ്പറ്റി മതിപ്പില്ല. അവർക്ക് ഒറ്റയ്ക്കും ഒരു കാര്യത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുവാനുള്ള ആണത്വവും ആർജവവും ധൈര്യവുമില്ല. അതുകൊണ്ട് അവർ എപ്പോഴും ഒഴുക്കിനത്ത് ഒഴുകുകയാണ് ചെയ്യുന്നത്. അവരെപ്പറ്റിയാണ് റസൂൽ പറഞ്ഞത് ഇമ്മഅ, അഴകുഴമ്പന്മാർ എന്ന്. ജനങ്ങൾ നന്നായാൽ ഇന്നഹ്സനന്നാസു അഹ്സന്ന, ജനങ്ങൾ നന്നായാൽ ഞാനും നന്നായി, ജനങ്ങൾ കേടുവന്നാൽ ഞാനും കേടുവന്നു. ഇതാണ് പലപ്പോഴും ഭൂരിപക്ഷം ജനങ്ങളുടെയും നിലപാട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ലോകത്ത് കുറെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ അനുസരിച്ചാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യൂനപക്ഷം ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കുവാൻ, സത്യത്തിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കുവാൻ സത്യവിശ്വാസിക്ക് സാധിക്കുമോ എന്നാണ് പരിശുദ്ധ ഖുർആന്റെയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒക്കെ ഈ വർത്തമാനങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെയൊക്കെ നേരെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഈ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുമോ? ന്യൂനപക്ഷത്തിന്റെ കൂടെ നിന്ന് 50 സഹാബിമാരുടെ പ്രതിഫലം വാങ്ങുന്ന മഹാനായ ഒരു സത്യവിശ്വാസി ആകാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയാകുമ്പോൾ ശരിയാണ്, ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടാവുകയില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോടും ഹൂദിനോടും സാലിഹിനോടും ചോദിച്ചതുപോലെ ചോദ്യങ്ങൾ സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരും. പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാവുകയില്ല, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാവുകയില്ല. കാരണം ഇത് വളരെ സാധുക്കളായ ആളുകളാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞില്ലേ, താങ്കളെ പിൻപറ്റിയത് ആരാണ്? ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ. അറാദിലുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെയുള്ള ആളുകളല്ലേ നൂഹെ താങ്കളുടെ കൂടെ ഉള്ളത്? ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തിയുള്ളവർ, പണമുള്ളവർ, തറവാടുള്ളവർ, പേരുള്ളവർ, സ്വാധീനമുള്ളവർ ഒക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. ആരും നിന്റെ കൂടെ വന്നിട്ടില്ല. നിന്റെ കൂടെ വന്നിരിക്കുന്നത് അറാദിലുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. ബാദിയർ റൈ, ഒരു അഭിപ്രായവും ഇല്ലാത്ത ആളുകൾ. അങ്ങനെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ് താങ്കളുടെ കൂടെ വന്നത്. വമാ അന ബിത്താരിദില്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ ആറ്റി ഓടിക്കാൻ ഞാനില്ല എന്ന് നൂഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു. ഇവര് അറാദിലുന എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ഇവർ ഈമാൻ സ്വീകരിച്ചതോടുകൂടി അവരെ ആറ്റി ഓടിക്കാൻ എനിക്ക് സാധ്യമല്ല. അവർ യഥാർത്ഥത്തിൽ അറാദിൽ അല്ല. ഈമാൻ എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണം, യോഗ്യത നേടിക്കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളാണ് അവർ. ശരിയാണ്, അവർക്ക് പേരുണ്ടാവുകയില്ല, പ്രശസ്തി ഉണ്ടാവുകയില്ല, തറവാടുണ്ടാവുകയില്ല, സമ്പത്തുണ്ടാവുകയില്ല, സ്വാധീനമുണ്ടാവുകയില്ല. ഇതൊന്നുമില്ലെങ്കിലും ഇതിനൊക്കെ കവച്ചുവെക്കുന്ന ഈമാനുണ്ട് അവർക്ക്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഈ വർത്തമാനം കേട്ടിട്ട് അവരെ ആറ്റി ഓടിക്കാൻ ഞാൻ തയ്യാറില്ല എന്നായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാം അവരോട് മറുപടി പറഞ്ഞു. അപ്പോ ഇത് എല്ലാ കാലഘട്ടത്തിലും സംഭവിക്കും. അപ്പോ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസ്, ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സർഗാത്മക ന്യൂനപക്ഷത്തിന്റെ കൂടെയാണോ? അതല്ല, ഭൂരിപക്ഷത്തിന്റെ കൂടെ അവർ എങ്ങോട്ടാണോ ഒഴുകുന്നത് അവരുടെ കൂടെ ഒഴുകി കളയാം, അവരുടെ തണലിൽ ജീവിക്കാം, അവരുടെ ചിറകുകൾക്കടിയിൽ ഒളിച്ചിരിക്കാം എന്ന വിചാരത്തോടുകൂടി ആർജവവും ആണത്വവുമില്ലാതെ റസൂലുള്ള ഇമ്മ എന്ന് വിശേഷിപ്പിച്ച അഴകുഴമ്പന്മാരുടെ കൂടെയാണോ നാം നിൽക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ഈ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദീനിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രവാചകന്റെ ബാബുകങ്ങൾക്ക് അർഹമായ ന്യൂനപക്ഷമാണത്. അള്ളാഹുവിന്റെ ദീനിനെ പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക്കുവാൻ
ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ, മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നാം റസൂല് വിശേഷിപ്പിച്ച ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് 50 സഹാബിമാരുടെ പ്രതിഫലമാണ്. 50 അബൂബക്കർമാരുടെയും ഉമറുമാരുടെയും ഉസ്മാനുബിൻ അഫ്ഫാൻമാരുടെയും അലിബിന് അബീ താലിബുമാരുടെയും ഖാലിദുബിന് വലീദുമാരുടെയും അബ്ദുറഹ്മാനുബിന് ഔഫുമാരുടെയും അബ്ദുല്ലാഹിബിന് മസ്ഊദുമാരുടെയും ഇതുപോലുള്ള 50 ആളുകളുടെ പ്രതിഫലമാണ് ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നത് റസൂലുള്ളയാണ്. 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണ് ആ കാലഘട്ടത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക്, പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ദുനിയാവിന്റെ പേരും പ്രശസ്തിയും സ്വാധീനവും സമ്പത്തും അതുപോലുള്ള ഭൗതികമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനാണ് വലുത്. ഇതിന്റെ കൂടെ എത്രയാളുണ്ട് എന്ന് നോക്കിയിട്ടല്ല, ഇത് സത്യമാണോ എന്ന് നോക്കിയിട്ടാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ നമുക്ക് നിലപാട് സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫതൂബാ ലിൽ ഖുറബാ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. മുഅ്മിനീങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എപ്പോഴും സത്യവും അസത്യവും നോക്കിയാണ്. ആളുകളെയും അതുപോലെ തന്നെ ഭൗതികമായ മാനദണ്ഡങ്ങളെയും നോക്കിയല്ല. നാം ഇസ്ലാമിന് വേണ്ടിയിട്ട് സ്വന്തം ജീവനും സ്വന്തം സമയവും സ്വന്തം അധ്വാനവും സ്വന്തം ശേഷിയും സ്വന്തം ബുദ്ധിയും മസ്തിഷ്കവും ഒക്കെ ചെലവഴിക്കേണ്ട, അതിനു വേണ്ടിയിട്ട് നീക്കിവെക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് ആൾബലം നോക്കാതെ സത്യത്തെ നോക്കിക്കൊണ്ട് അതിന്റെ കൂടെ നിൽക്കുവാൻ, അതിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖും സന്മനസ്സും